നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചെങ്കിലും അനിശ്ചിതത്വം കാർമേഘം പോലെ ഉരുണ്ടുകൂടുകയാണ്. ദിയാധനം സ്വീകരിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയേക്കുമെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം വന്നുവെങ്കിൽ പ്രതീക്ഷ അറ്റുപോകുന്ന നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. മാപ്പ് നൽകാൻ ആകില്ലെന്ന തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മഹ്ദിയുടെ നിലപാടാണ് വെല്ലുവിളിയാകുന്നത്. FB പോസ്റ്റിലൂടെ സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്കിന്ന് പരിശോധിക്കാം. അതിന്റെ ആഴം വളരെ വലുതാണ്, സങ്കീർണതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയെന്നാണ് നമ്മൾ മനസ്സിൽ ആക്കുന്നതും. വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഉയർത്തുകയാണ്. അതായത് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും താല്പര്യമില്ല എന്ന് കുടുംബം പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ആശങ്കയുടെ ഒരു പോയിന്റാണത്. അനുരഞ്ജന ചർച്ചയിൽ നിലപാട് വ്യക്തം എന്ന് കൂടി അറിയിക്കുകയാണ് FB പോസ്റ്റിലൂടെ സഹോദരൻ. മറ്റൊന്ന്, ദൈവത്തിന്റെ നിയമപ്രകാരം ശിക്ഷ വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അങ്ങനെ കാർമേഘം പോലെ ഓരോരോ അഭിപ്രായങ്ങളും നിലപാടുകളുമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും പുതുതായി വരുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ കുടുംബം ഒരുപാട് അനുഭവിച്ചു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് FB പോസ്റ്റിലൂടെ തലാലിന്റെ സഹോദരൻ ചെയ്തത്. സത്യത്തെ വളച്ചൊടിക്കരുത്, അതായത് കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഈ സത്യത്തെ വളച്ചൊടിക്കരുത് എന്ന് പറയുകയാണ്. മറ്റൊന്ന്, അടുത്ത പോയിന്റായി നടന്നത് വളരെ ക്രൂരമാണ്. മൃതദേഹം ക്രൂരമായി കഷ്ണങ്ങളാക്കി മറവ് ചെയ്തു എന്ന് കൂടി പറയുകയാണ് കുടുംബം. അങ്ങനെ ഒരുപാട് ആശങ്കയുടെ നിമിഷങ്ങളിലേക്ക് പോവുകയാണ്. ഇതുവരെ അന്യ നീക്കങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ കണിശതയോടുകൂടി കുടുംബം രംഗത്ത് വരുന്നത്. ഇനി അതേസമയം വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, മകളുടെ മോചനത്തിനായി യമനിലെ മണ്ണിൽ നിയമ പോരാട്ടത്തിനെത്തിയ നിമിഷയുടെ അമ്മയുടെ വാക്കുകൾ നെഞ്ചിൽ തറയ്ക്കുന്നതായിരുന്നു. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ചർച്ചയിലൂടെ മകളുടെ മോചനം സാധ്യമാക്കുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആ അമ്മയടക്കം കുടുംബം വിശ്വസിക്കുന്നത്. വല്ലാത്ത മനപ്രയാസം നേരിടുന്ന ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോ. ഇത്ര കഷ്ടപ്പെടുന്ന എല്ലാറ്റിനെയും തകർത്ത് കളയുന്നു. എന്റെ മകനാണ് തലാലെങ്കിൽ ഞാൻ എന്തോരം വേദനിക്കും. അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഞാൻ കാല് പിടിക്കുവാണ്. അവരെ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലേക്ക് അവര് വരുമോ? എനിക്ക് ഈ പ്രായമായവിടെ എന്റെ മകള് ഈ യമൻ രാജ്യത്ത് നശിപ്പിച്ചു കളയുന്നത് എനിക്ക് കാണേണ്ട വരുമോ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. എന്റെ മകളെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ സ്വയം ഇവിടെ ഇരിക്കുക. എന്തായാലും ഒരുപാട് നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. അവളുടെ ജീവനെ ഇത്രയും കാത്തു പരിപാലിച്ചു. ഈ 2016-17 കാലഘട്ടം മുതല് ഇന്നേ വരെയും ദൈവം അവളെ ഒരു പോറൽ വരാതെ കാത്തു പരിപാലിച്ചു. ആ വീട്ടുകാരുടെ തന്നെ സ്നേഹം തന്നെയാണ്. ആ വീട്ടുകാർക്ക് അവളോടൊരു സ്നേഹം. ആ വീട്ടുകാർക്ക് എന്റെ കുടുംബത്തിന് പറ്റി, എന്റെ മകന് പറ്റി എന്നുള്ളതാണ് ഞാൻ ഇന്ന് വരെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മകൻ നഷ്ടപ്പെട്ട വീട്ടിലേക്ക് ഞാൻ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല. അവരുടെ അച്ഛൻ, അമ്മ എല്ലാവരും ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. ഈ നിമിഷങ്ങളില് ഇതുപോലെ ആർക്കും തന്നെ പറ്റാതിരിക്കട്ടെ. എല്ലാവരുടെ സഹകരണങ്ങളും കൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ആ കുടുംബത്തിന് സമാധാനിപ്പിക്കണം. നിമിഷപ്രിയ മോചിതയാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസർ സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത് എന്നും വ്യക്തമാക്കുകയാണ് സുഭാഷ്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ അഡ്വൈസർ സുഭാഷ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത്തരത്തിൽ നിമിഷയെ പൂർണ്ണമായി മോചിതയാക്കി കൊണ്ടുവരാൻ, വധശിക്ഷയിൽ നിന്ന് മോചിതയാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധിക്കുമെന്നുള്ള നല്ല ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ്. അബ്ദുൽ ലത്തീഫ്, തലാലിന്റെ സഹോദരൻ, ഒന്ന് BBC ആയിട്ട് സംസാരിച്ചത്, രണ്ടാമത്തത് ഫേസ്ബുക്കിലുള്ള ഒരു പോസ്റ്റും ഞാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല, ദൈവത്തിന്റെ നീതി നടപ്പിലാവണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നു? സ്വാഭാവികമായും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ബ്ലഡ് മണി പ്രോസസ്സിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും അനുമതി ഇതിനകത്ത് ആവശ്യമാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു കുടുംബാംഗം യോജിച്ചാൽ പോലും ഈ ബ്ലഡ് മണി പ്രോസസ്സ് അല്ലെങ്കിൽ ബ്ലഡ് മണി നൽകി മാപ്പ് നൽകുക എന്നുള്ള പ്രോസസ്സ് നടക്കില്ല. അവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വവും മത നേതൃത്വവും ഇതിനകത്ത് നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്, വലിയ നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അവരോട് നിരുപാധികം മാപ്പ് പറയുന്നു. ആരൊക്കെയാണ് അവിടെ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും കാന്തപുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനവും അവരുടെ ചാനലുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിൽ സംസാരിക്കുമ്പോൾ സാമുവൽ ജെറോം പറയുന്നത്, സുഭാഷ് ചന്ദ്രനെ പോലുള്ള ആളുകൾ ഇത് ഈ നിമിഷപ്രിയയുടെ മോചനം വൈകിപ്പിക്കുന്ന നിലയിലുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഈ 7-8 വർഷമായിട്ട് അദ്ദേഹത്തിന് എന്ത്
പ്രോഗ്രസ് ആണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചതെന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 2 നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൽ നിന്ന് $4,000 ഏതാണ്ട് 36-37 ലക്ഷം രൂപ 2 ഘട്ടങ്ങളിലായി കൈപ്പറ്റി. അദ്ദേഹത്തിന് നേരിട്ട് അയച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ എംബസിക്ക് അയച്ചു കൊടുത്ത് ഇന്ത്യൻ എംബസിയാണ് ഈ അവിടെ അഭിഭാഷകനും സാമുവൽ ജെറോമിനും ഈ ചർച്ചകൾ നയിക്കാൻ വേണ്ടി ഈ പണം കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ അക്കൗണ്ട് വഴി MEAയുടെ അക്കൗണ്ട് വഴിയാണ് പണം അയച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ 2ാം ഗഡു പണം ലഭിച്ചതിൻ്റെ പിറ്റേ ദിവസം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ കോർ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റായി പോവുകയുണ്ടായത്, സ്വമേധയെ എക്സിറ്റായി പോവുകയുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളാണ് അതിലേക്ക് നയിക്കുന്നത്. ഞങ്ങൾക്ക് സാമ്പത്തിക താല്പര്യമായിരിക്കും പ്രധാനപ്പെട്ട, സ്വാഭാവികമായും ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കാന്തപുരത്തിന് നേതൃത്വത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ കൂടിയാണ് അവസാന മണിക്കൂറിൽ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തേക്ക് വന്നത്. എന്നാൽ ഇന്നലത്തെ സ്ഥിതിയല്ല ഇന്നുള്ളത് എന്ന് യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ അനുയായി കൂടിയായ ജവാദ് മുസ്തഫാവി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞ് ആ വാക്കുകൾ കൂടി. വളരെ സുഗമമായി നടന്നുകൊണ്ടിരുന്ന ഈ കുടുംബവുമായിട്ടുള്ള കാന്തപുരം ഉസ്താദിൻ്റെ പ്രതിനിധി സംഘം നടത്തിക്കൊണ്ടിരുന്ന ചർച്ചകൾ ഇന്ന് ചെറിയ ചില സങ്കീർണതകൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന വാർത്തകളാണല്ലോ നമ്മൾ പുറത്തു വരുന്നത്. ചെറിയ ചില സങ്കീർണതകളെ ഇന്ന് അവർ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്രൂരമായ ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. നമ്മൾ നിമിഷപ്രിയക്ക് മോചനം നൽകുക എന്നത് ആ ക്രൈമിനെ നിഷേധിക്കലല്ല. വളരെ ക്രൂരമായൊരു ക്രൈം നടന്നിട്ടുണ്ട്. ഒരു വിദേശി നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഒരു മലയാളിയാണ് കൊലപ്പെടുത്തിയതെങ്കിൽ ആ പ്രതിയോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കും? ഇതേ ഒരു വൈകാരിക തലം യമനിലും പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം നടത്തിയ നിയമ പോരാട്ടങ്ങളിൽ കുടുംബവുമായി കണക്ട് ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അത്രയും തീവ്രമായ ഒരു വൈകാരിക പശ്ചാത്തലം ഇതിലുണ്ട്. ആ ഗ്രാമങ്ങളിലേക്ക് നമുക്ക് പോകാൻ പോലും കഴിയൂല ഈ കേസ് പറഞ്ഞുകൊണ്ട്. അവിടെയാണ് ആ കുടുംബം ഏറ്റവും ആദരിക്കുന്ന, ആ നാട്ടുകാരും അവിടെയുള്ള ഗോത്രങ്ങളും ഏറ്റവും ആദരിക്കുന്ന ഒരു സൂഫി പണ്ഡിതനെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ ചർച്ചകളിലേക്ക് ഇറക്കുന്നത്. അത് വളരെ നിർണായകമായൊരു തീരുമാനമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോടുള്ള ആദരവ് മാനിച്ചുകൊണ്ട് അവർ ഒത്തുതീർപ്പിന് തയ്യാറാകുന്ന കോംപ്രമൈസിൻ്റെ ഒരു മൂഡിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അവരാരെ മാനിച്ചാണോ കോംപ്രമൈസിന് തയ്യാറായത്, അവരത്രയും ആദരിക്കുന്ന ഇതിലിടപെട്ട സൂഫി ഗുരുക്കന്മാരുടെ ആ പണ്ഡിതൻ്റെ പങ്കിനെയും ഇതിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെയും നിഷേധിച്ചുകൊണ്ടും അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ടുമൊക്കെയുള്ള ഇവിടെ ചില ചാനലുകളിലും മറ്റും വന്ന വാർത്തകളുടെ ട്രാൻസ്ലേഷനുകൾ സബ് ടൈറ്റിലോട്ടുകൂടി യമനിലെ ഫേസ്ബുക്കുകളിലും ടെലഗ്രാം ഗ്രൂപ്പുകളിലുമൊക്കെ പ്രചരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. അതേസമയം തലാലിന്റെ കുടുംബത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ഏറെ ശ്രമകരമാണെന്ന് നിമിഷ മോചനത്തിനായി യമനിൽ പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോമും പറയുന്നുണ്ട്. Only God can change their heart. We can only ask. So going to the media and telling that I spoke to the brother is accepting false claims. So, I mean, why would we put a girl's life in jeopardy? I don't really understand. Completely, I've dedicated my life for this.